ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 16-ാമത്തെ അധ്യായം. പരീക്ഷത്തിൻ്റെ ദിഗ്വിജയം. ധർമ്മഭൂമി സംവാദം. സൂത ഉവാച തദ പരീക്ഷിദ്വിജവൈര്യശിക്ഷയാ മഹിം മഹാഭാഗവതശാസഃ യഥാ ഹി സൂത്യാമഭിജാതഗോവിദ സമാദിശൻ വിപ്രമഹദ്ഗുണസ്തദാ. സൂതൻ പറഞ്ഞു, ഹേ ശൗനകമുനെ, ജനന സമയത്ത് ജാതകഫലം പറയുന്ന വിദ്വാൻമാർ പറഞ്ഞ വിധത്തിൽ മഹാത്മാക്കളുടെ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും ഭഗവത് ഭക്തന്മാരിൽ ഉത്തമനുമായ പരീക്ഷിത്ത് ബ്രാഹ്മണരുടെ ഉപദേശം സ്വീകരിച്ച് ധർമ്മനീതികൾ തെറ്റാതെ ഭൂമിയെ പരിപാലിച്ചു. സ ഉത്തരസ്യ തനയാം ഉഭയേമായിരാവതിം ജനമേജയാദിം ഹസ്തസ്യാമുൽപാദയസുതാൻ. ആ രാജാവ് ഉത്തരന്റെ പുത്രിയായ ഇരാവതിയെ വിവാഹം കഴിച്ചു. അവളിൽ ജനമേജയൻ, ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്നീ 4 പുത്രന്മാർ ഉണ്ടായി. ആജഹാരാശ്വമേധാം സ്ത്രീൻ ഗംഗായാം ഭൂരി ദക്ഷിണാൻ ശാരദ്വതം ഗുരും കൃത്വാ ദേവായത്രാക്ഷിഗോചരാഹ. കൃപരെ ആചാര്യസ്ഥാനത്തിരുത്തി വളരെയധികം ദക്ഷിണയോടുകൂടി ഗംഗാതീരത്ത് വെച്ച് 3 അശ്വമേധയാഗങ്ങൾ നടത്തി. ആ യാഗത്തിൽ ഹവിസ്സ് സ്വീകരിക്കാനായി ദേവന്മാർ വന്നപ്പോൾ അവരെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചിരുന്നു. നിജഗ്രാഹൗജസാ വീരാകലിം ദിഗ്വിജയേ ക്വചിത് നിർവലിംഗധരം ശൂദ്രം നന്ദം ഗോപിതുനം പദാ. ദിഗ്വിജയം നടത്തി സകല രാജാക്കന്മാരെയും കീഴടക്കി വരുമ്പോൾ ഒരിടത്ത് വെച്ച് ഗോമിഥുനങ്ങളെ കാൽകൊണ്ട് ചവിട്ടി ഉപദ്രവിക്കുന്നവനും രാജചിഹ്നങ്ങൾ ധരിച്ചിരിക്കുന്നവനും ശൂദ്രനുമായ കലിയെ തൻ്റെ പരാക്രമം കൊണ്ട് നിഗ്രഹിച്ചു. ശൗനകോവാച തസ്യ ഹേതോ നിജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപ നൃദേവ ചിഹ്നദ് ശൂദ്ര കോസോ ഗാമ്യപദാഹനത് തത്കത്യതാം മഹാഭാഗ ഹിതി കൃഷ്ണകഥാശ്രയം. ശൗനകൻ ചോദിച്ചു, ദിഗ്വിജയം ചെയ്ത അവസരത്തിൽ പരീക്ഷിത രാജാവ് കലിയെ നിഗ്രഹിക്കാൻ കാരണം എന്താണ്? ആരാണ് ഗോവിനെ കാൽകൊണ്ട് ഹരിച്ചത്? രാജലക്ഷണങ്ങൾ ധരിച്ച ആ ശൂദ്രൻ ആരാണ്? ഈ മഹാഭാഗ, ആ കഥ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചതാണോ? അഥവാ ശിവദാംബോജമകരന്തലിഹാം സദാം കിമന്യേന സദാലാഭേർ ആയുഷോ യഥസദ്യയ. അല്ലെങ്കിൽ അവൻ്റെ പാദകമലത്തിൽ നിന്നൊഴുകുന്ന അമൃതം ആസ്വദിക്കുന്ന സത്തുക്കളുടെ കഥയോ ആണെങ്കിൽ വിസ്തരിച്ചു പറയണം. അല്പായുസോടു കൂടിയ ഞങ്ങൾക്ക് ഭഗവത് കഥകളല്ലാതെ അസത്തായ അന്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ക്ഷുദ്രായുഷാം നൃണാമംഗ മർത്യാനാമൃതമിച്ഛതാം ഇഹോ ബഹുതോ ഭഗവാൻ മൃത്യുഷാം എത്ര കർമ്മണി. ഏ അംഗ, അല്പമായ ആയുസോടു കൂടിയവരും മരണത്തോടു കൂടിയവരും മനുഷ്യരുമായ ഞങ്ങൾ സത്യം മാത്രം ഇച്ഛിക്കുന്നവരാണ്. അല്ലാതെ ഇത് മോക്ഷമൊന്നും ആവാം, മോക്ഷം മാത്രം ഇച്ഛിക്കുന്നവരാണ്. ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ ദീർഘസത്രത്തിൽ പശുഹിംസയാകുന്ന കൃത്യം നിർവഹിക്കാൻ മഹർഷിമാർ യമനെ ഇവിടെ വരുത്തിയിരിക്കുന്നു. ന കശ്ചൻ മ്രിയതേതാവയാവദാസ്തൈഹാന്തക ഏതദർത്ഥം ഹി ഭഗവാൻ ആഹുത പരമശ്രിഭിഃ അഹോ നൃലോകേ പീയേത ഹരിലീലാമൃതം വജ. ആ യമൻ ഇവിടെ ഇരിക്കുന്ന കാലത്തോളം കാലം ആരും മരിക്കുകയില്ല. അതിനാൽ മരണമില്ലാത്ത ഈ അവസരത്തിൽ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മഹർഷിമാർ യമനെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ഈ ആവശ്യം സാധിക്കാൻ വേണ്ടിയാണ്. ആശ്ചര്യം തന്നെ. ലോകത്തിലുള്ള മനുഷ്യർക്ക് ശ്രീകൃഷ്ണന്റെ ലീലാമൃത രസത്തോടു കൂടിയ വാക്കുകൾ പാനം ചെയ്യാൻ കഴിയണം. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയതേ നഗ്നം ദിവാജ വ്യർത്ഥകർമ്മഭിഃ. ഉത്സാഹഹീനനും മന്ദബുദ്ധിയും അല്പായുസ്സുമായ മനുഷ്യന്റെ ജീവിതദശയിൽ പകുതി സമയം രാത്രിയിൽ ഉറങ്ങിയും ബാക്കി പകുതി സമയം പുരുഷാർത്ഥങ്ങൾ നേടാൻ സഹായിക്കാത്ത വ്യർത്ഥ കർമ്മങ്ങൾ കൊണ്ടും പാഴാക്കുന്നു. സൂത ഉവാച യഥാ പരീക്ഷിത് കുരുജാംഗലേ ശൃണോത്കലിം പ്രവിഷ്ടം നിജചക്രവർത്തിതേ നിശമ്യ വാർത്താമനതിപ്രിയാം തദശരാസനം സംയുഗശൗണ്ഡിരാദതേ.
സൂതൻ പറഞ്ഞു, തൻ്റെ ഭരണചക്രത്താൽ പരിപാലിക്കപ്പെടുന്ന കുരുജാങ്കലത്തിൽ വസിക്കുന്ന യുദ്ധവീരനായ പരീക്ഷിത രാജാവ് കലി തൻ്റെ രാജ്യത്ത് പ്രവേശിച്ച വാർത്ത കേട്ടപ്പോൾ വില്ലുമെടുത്ത് പുറപ്പെട്ടു. സ്വലംകൃതം ശ്യാമതുരംഗയോജിതം രഥം മൃഗേന്ദ്രധ്വജമാഷിതപുരാത് മൃദോ യഥാശദ്ദിവപത്തിയുക്തയാ സ്വസേനയാ ദിഗ്വിജയായ നിർഗത. നന്നായിട്ട് കെട്ടി അലങ്കരിച്ചതും ശ്യാമള നിറമുള്ള കുതിരകളെ പൂട്ടിയതും സിംഹം കൊടിയടയാളമുള്ളതുമായ രഥത്തിൽ കയറി തേരെ, കുതിര, ആന, കാലാൾ എന്നീ ചതുരംഗപ്പടയോടും കൂടി ദിഗ്വിജയത്തിനായി പരീക്ഷിത ചക്രവർത്തി പുറപ്പെട്ടു. ഭദ്രാശം കേതുമാലം ചാഭാരതം ചോത്തരാൻ ഗുരൂൻ കിം പുരുഷാദീനി വർഷാണി വിജിത്യ ജഗൃഹേ ബലിം. ഭാരതം, ഭദ്രാശ്വം, കേതുമാലം, കിംപുരുഷം മുതലായ പ്രദേശങ്ങളെ കീഴടക്കിയപ്പോൾ അവിടുത്തെ രാജാക്കന്മാർ കപ്പമായി സമർപ്പിച്ചതായ മഹാധനത്തെ സ്വീകരിച്ചു. തത്ര തത്രോപശൃണ്വാനാസപൂർവേഷാം മഹാത്മനാം പ്രഗീയമാണം ജയശ കൃഷ്ണമാഹാത്മ്യസൂചകം. ഓരോ സ്ഥലത്തും പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ തൻ്റെ പൂർവന്മാരുടെ കീർത്തിയെയും അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള ഭക്തിയെയും പറ്റി ഗാനം ചെയ്യുന്നത് കേട്ടുകൊണ്ട് സഞ്ചരിച്ചു. ആത്മാനം ച പരിത്രാതം അശ്വത്താം നോസ്ത്രതേജസ സ്നേഹം ച വിഷ്ണുവാർത്താനാം തേഷാം ഭക്തിം ജഗേശവേ. അശ്വത്ഥാമാവ് പ്രയോഗിച്ച അസ്ത്രാഗ്നിയിൽ നിന്ന് കൃഷ്ണഭഗവാൻ രക്ഷിച്ചതിനെയും കുന്തിപുത്രന്മാരും വിഷ്ണുകളും തമ്മിലുള്ള സ്നേഹത്തെയും പാർത്തന്മാർക്ക് കേശവനിലുള്ള ഭക്തിയെയും കുറിച്ച് ജനങ്ങൾ പാടുന്നത് കേട്ടു. ദേവ്യപരമസന്തുഷ്ട പ്രീത്യുജുംബിതലോചന മഹാധനാനി വാസാംസി ദദോഹാരാൻ മഹാമനാഹ. ഇങ്ങനെയുള്ള ഗാനങ്ങൾ കേട്ട് പരമസന്തുഷ്ടനായി പ്രീതിയാൽ വികസിച്ച കണ്ണുകളോടെ മഹാമനസ്കതയോടെ അവർക്കൊക്കെ വലിയ ധനവും വസ്ത്രങ്ങളും മുത്തുമാലകളും ദാനം ചെയ്തു. സാരഥ്യപാരഷദസേവന സഖ്യദൗത്യാവിരാസനാനുഗമനസ്തവന പ്രണാമാൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗൽപ്രണതിം ജ വിഷ്ണോർ ഭക്തിം കരോതി ഭഗവതിശ്ചരണാരവിന്ദേ. പാണ്ഡവന്മാർക്ക് വേണ്ടി കൃഷ്ണഭഗവാൻ നടത്തിയ സാരഥ്യം, സമാധിപത്യം, സഖ്യം, ദൂതകർമ്മം, സേവന പ്രവൃത്തികൾ, രാത്രി വാളും പിടിച്ചുകൊണ്ടുള്ള കാത്തിരിപ്പ്, ഒന്നിച്ച് നടത്തം, പാണ്ഡവരുടെ യോഗ്യതകളെ പ്രശംസിക്കൽ എന്നിവയൊക്കെ ലോകർ കീർത്തിക്കുന്നത് കേട്ടും സർവ്വലോകരും കൃഷ്ണഭഗവാനെ നമസ്കരിക്കുന്നു എന്നറിഞ്ഞും രാജാവിന് പരമകാരുണികനായ ഭഗവാന്റെ ചരണകമലത്തിൽ ഭക്തി വർദ്ധിച്ചു. തത്സേവം വർത്തമാനസ്യ പൂർവേഷാം വൃത്തിമന്വഹം നാദിദൂരേ കിലാശ്ചര്യം യഥാസീത് തന്നിബോധമേ. ഇപ്രകാരം പൂർവന്മാരെ പോലെ രാജ്യപരിപാലനം നടത്തിക്കൊണ്ടിരുന്ന ആ പരീക്ഷിത മഹാരാജാവ് ദിവസവും സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം അധികം ദൂരത്തല്ലാതെ ആശ്ചര്യകരമായ ഒരു കാഴ്ച കാണാൻ ഇടയായി. അത് കേട്ടുകൊള്ളുക. ധർമ്മപദേകേന ചരൻ വിച്ഛായാമുപലഭ്യകാം പൃച്ഛതി സ്മാശ്രുഭദനാം വിവത്സാമിവമാതരം. കാളയുടെ രൂപം ധരിച്ച് ഒരു കാൽ മാത്രം നിലത്തൂന്നി സഞ്ചരിക്കുന്ന ധർമ്മദേവൻ കുട്ടി മരിച്ച ദുഃഖത്താൽ തള്ളയെന്ന പോലെ കണ്ണീരൊലിക്കുന്ന മുഖത്തോടുകൂടി പശുവിന്റെ രൂപം ധരിച്ചു നിൽക്കുന്ന ഭൂമിദേവിയെ കണ്ടിട്ട് അവളോട് ചോദിച്ചു. ധർമ്മവാച കച്ചിത് ഭദ്രേ അനാമയമാത്മനസ്തേ വിച്ഛായാസി മ്ലായദേശന്മുഖേന ആലക്ഷയേ ഭവതിം അന്തരാദിം ദൂരേ ബന്ധും ശോചസി കഞ്ചനാംബ. ധർമ്മം പറയുന്നു, ഹേ ശ്രേഷ്ഠേ, നിന്റെ ശരീരത്തിന് സുഖമാണോ? മുഖം അല്പം മടിയിരിക്കുന്നത് എന്താണ്? ശോഭയില്ലാത്തത് എന്താ? ഭൗതിയുടെ ഉള്ളിൽ എന്തോ ദുഃഖമുള്ളത് പോലെ തോന്നുന്നു. ഹേ അമ്പേ, ദൂരെയുള്ള ഏതെങ്കിലും ബന്ധുവിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണോ? പാതേ നൂനം ശോചസി മൈകപാദം ആത്മാനം വാ വിഷളീർഭോക്ഷ്യമാണം അഹോ സുരാദിൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാവുദസിൻ ഭഗവത്യവർഷതി. 3 പാദങ്ങളും ഒടിഞ്ഞ് ഒരു കാലോടുകൂടി എന്നെ കണ്ടതുകൊണ്ടുള്ള ദുഃഖമാണോ? അധർമ്മികളായ രാജാക്കന്മാർ നിന്നെ ഭരിക്കാൻ ഇടവരുമെന്ന് വിഷമിക്കുകയാണോ? അല്ലെങ്കിൽ ബ്രാഹ്മണർ ശരിയായ ക്രമത്തിൽ അല്ലാതെ ചെയ്യുന്ന യാഗങ്ങളുടെ ഹവിസ് ദേവന്മാർക്ക് ലഭിക്കാതെ വരുമല്ലോ എന്ന് കരുതിയിട്ടാണോ? അതല്ലെങ്കിൽ ഇന്ദ്രൻ ശരിയായി വർഷിക്കാതിരുന്നാൽ ദുഃഖിക്കാൻ പോകുന്ന ജനങ്ങളെ ഓർത്തിട്ടാണോ നിനക്ക് ദുഃഖം? ഇപ്പറഞ്ഞതൊക്കെ കലികാലത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് സൂചന. അരക്ഷ്യമാണാശ്രിയവുർവിബാലാൻ ശോചസ്യതോ
പുരുഷാദേരി വാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണ്യ ബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രാൻ. ഹേ ഭൂമി, ഭർത്താക്കന്മാരാൽ രക്ഷിക്കപ്പെടാത്ത സ്ത്രീകളെക്കുറിച്ചോ അതോ മനുഷ്യമാംസം തിന്നുന്ന രാക്ഷസരെ പോലെയുള്ള സ്വന്തം മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് ആർത്തന്മാരാകുന്ന ബാലകരെ കുറിച്ച് ഓർത്തോ? അതല്ല സരസ്വതി ദേവിക്ക് വരാൻ പോകുന്ന ദുർഗതി ഓർത്തോ? അതുമല്ലെങ്കിൽ ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവരും കുത്സിത വൃത്തികളോടുകൂടിയവരുമായ രാജാക്കന്മാരുടെ ദാസ്യവൃത്തി ചെയ്യാൻ പോകുന്ന ഉത്തമ ബ്രാഹ്മണരെ കുറിച്ചാണോ ഭവതി ദുഃഖിക്കുന്നത്? ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് സാരം. കിം ക്ഷത്രബന്ധൂൻ കലിനോപതൃഷ്ടാൻ രാഷാണി വാ തൈരവരൂപിതാനി ഇതസ്തോ വാസന പാനവാസസ്നാനം വ്യവായോന്മുഖജീവലോകം. കലിയാൽ ബാധിക്കപ്പെട്ട അഥവാ രാജാക്കന്മാരെ കുറിച്ചോ അവരാൽ നശിപ്പിക്കപ്പെട്ട രാഷ്ട്രങ്ങളെക്കുറിച്ചോ കിട്ടുന്ന ദിക്കിൽ നിന്നും എന്ത് കിട്ടുന്നതും തിന്നുന്നവരും അശുദ്ധജലം കുടിക്കുന്നവരും ജലാശയങ്ങളിൽ കുളിക്കുന്നവരും കുലമോ ശുദ്ധിയോ നോക്കാതെ കിട്ടുന്നിടത്തു നിന്ന് കന്യകയെ സ്വീകരിച്ച് സ്ത്രീസുഖം അനുഭവിക്കുന്നവരുമായ ജീവജാലങ്ങളെ ഓർത്തിട്ടാണോ ഭവതി ദുഃഖിക്കുന്നത്? യദ്വാംബദേ ഭൂരിപരാവതാര കൃതാവതാരസ്യ ഹരേർധരിത്രേ അന്തർഹിതസ്യ സ്മരദീവ സൃഷ്ടാ കർമാണി നിർവാണ വിളംബിതാനി. ഹേ അമ്പേ, ഭൂമിദേവി, നിനക്ക് ദുഷ്ടരെ കൊണ്ട് അധികരിച്ച ഭാരം നശിപ്പിച്ച് നിന്നെ നിലനിർത്തുവാനായി അവതരിച്ചവനും ഇപ്പോൾ നിന്നിൽ നിന്നും സ്വശരീരത്തെ മറച്ചവനുമായ ശ്രീഹരിയുടെ മോക്ഷോപായങ്ങളായ നാനാവിധ കർമ്മങ്ങളെ ഓർത്തും ആ ഹരി തന്നെ വിട്ടുപോയല്ലോ എന്നുള്ള ദുഃഖം വിചാരിച്ചുമാണോ നീ പരിതപിക്കുന്നത്? ഇതം മമാചക്ഷതവാദിമൂലം വസുന്ധരേയേന വികർഷിതാസേ കാലേന വാദേ ബലിനാം ബലീയസാ സുരാർച്ചിതം കിം ഹൃതമംബസൗഭകം. അല്ലെങ്കിൽ ബലവാന്മാരുടെയും ബലവാനായ കാലം ദേവന്മാരെ ആദരിച്ചു പൂജിക്കുന്ന നിന്റെ സൗഭാഗ്യത്തെ അപഹരിച്ചുവോ നീ ദുഃഖിക്കുന്നത്? എന്ത് കാരണം കൊണ്ടാണ്? ഹേ മാതാവേ, ഭൂമിദേവി, എന്നോട് പറയണം. ധരണ്യോവാച ഭവാൻ ഹി വേദതത് സർവം യന്മാം ധർമാനുഭൃച്ഛസേ ചതുർഭിർവർത്തസേന പാദേ ലോകസുഖാവഹേ. ഭൂമിദേവി പറയണു, ഹേ ധർമ്മദേവ, ഏതൊന്നിനെ കുറിച്ചാണോ അങ്ങ് കർമ്മപ്രകാരം എന്നോട് ചോദ്യം ചെയ്തത്, ചോദിച്ചതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം. ലോകസുഖത്തിന് വേണ്ടി അങ്ങ് 4 കാലുകളോടെ ഇരിക്കുന്നവനാണല്ലോ, ഇപ്പോഴെങ്ങനെ ഏകപാതനായി തീർന്നു? ധർമ്മദേവന്റെ 4 കാലുകളാണ് തപസ്, ശൗചം, ദയ, സത്യം. ഇവയായിരുന്നു. ഇതിൽ തൃതീയ സ്കന്ധം 10-ാമത്തെ അധ്യായത്തില് വിദ്യ, ദാനം, തപസ്, സത്യം എന്നിവയെ ധർമ്മത്തിന്റെ 4 പാദങ്ങളായി പറയുന്നുണ്ട്. 41-ാമത്തെ ശ്ലോകത്തില് സത്യം, ശൗചം, ദയാ, ശാന്തിസ്ത്യാഗ, സന്തോഷാർജവം, ശമോദമസ്തപസാമ്യം, തിദിഷോ പരതിശ്രുതം, ജ്ഞാനം, വിരക്തിരൈശ്വര്യം, ശൗര്യം, തേജോബലം, സ്മൃതി, സ്വാതന്ത്ര്യം, കൗശലം, കാന്തിർ, ധൈര്യം, മാർദ്ദവമേവ ച, പ്രാഗൽഭ്യം, പ്രശയശീലം, സഹോജോബലം, ഭഗ, ഗാംഭീര്യം, സ്ഥൈര്യമാസ്തിക്യം, കീർത്തിർമാനോനഹം കൃതി, ഏതേ ജാന്യേ ജ ഭഗവൻ നിത്യായത്ര മഹാഗുണാഃ പ്രാർത്ഥ്യാമഹത്വഭിശ്ചദ്ഭിർ ന വിയന്തി സ്മ ഗർഹിചിത് തേനാഹം ഗുണപാത്രേണ ശ്രീനിവാസേന സാമ്പ്രതം ശോചാമി രഹിതം ലോകം പാപ്മനാ കലിനേക്ഷിതം. സത്യം, ശൗചം, അതായത് ആന്തരഭാഗ്യശുദ്ധി. ദയ, ശാന്തി, ശാന്തി പറയുമ്പോൾ ക്ഷമ. ത്യാഗം, സന്തോഷം, ആർജവം, ആർജവം പറയുമ്പോൾ ലാളിത്വം. ശമം പറഞ്ഞാൽ മനോനിയന്ത്രണം. ദമം, ബാഹ്യേന്ദ്രിയ നിഗ്രഹമാണ് ദമം. തപം, സാമ്യം, തിദിക്ഷ. തിദിക്ഷ പറയുന്നത് സഹനശക്തി. ഉപരതി പറഞ്ഞാൽ സ്വധർമാനുഷ്ഠാനം. ശ്രുതം, ശാസ്ത്രതത്വ വിചാരം. ജ്ഞാനം പറയുമ്പോൾ അറിവ്. വൈരാഗ്യം, ശൗര്യം പറഞ്ഞാൽ ശൂരത. തേജസ്, മനോബലം, കർമ്മേന്ദ്രിയ ബലം. കുശലത പറയുമ്പോൾ സാമർഥ്യം. മാർദ്ദവശീലം, അതായത് സൗമ്യത. സ്മൃതി പറയുന്നത് ഓർമ്മശക്തി. സ്വാതന്ത്ര്യം, കാന്തി പറയുമ്പോൾ സൗന്ദര്യം. ധൈര്യം, എല്ലാറ്റിനും പ്രാഗൽഭ്യം. പ്രശയശീലമാണ് വിനയം. ഓജസ്, ശരീരബലം. ഭഗം പറയുമ്പോൾ ഐശ്വര്യം. ഗാംഭീര്യം, സ്ഥൈര്യം പറയുന്നത് സ്ഥിരത. അക്ഷോഭ്യത, വണക്കം. ആസ്തിക്യം, അതായത് ഈശ്വരവിശ്വാസം. കീർത്തി, അഹങ്കൃതിയാണ് ആത്മശക്തി. തുടങ്ങിയ ഗുണങ്ങളും മഹാത്മാക്കൾക്കുണ്ടായിരിക്കേണ്ട മറ്റു ഗുണങ്ങളും വേർപിരിയാതെ ആരിൽ ഉണ്ടായിരുന്നുവോ മഹിമയ്ക്ക് ആസ്പദവും ഗുണങ്ങൾക്ക് ഇരിപ്പിടവുമായ ആ ശ്രീനിവാസൻ
എന്നെ വിട്ടു പിരിഞ്ഞപ്പോൾ തന്നെ പാപങ്ങൾക്ക് ഇരിപ്പിടമായ കലി ഈ ലോകത്തെ നോക്കുന്നത് ആലോചിച്ച് ഞാൻ ദുഃഖിക്കുന്നു. ആത്മാനം ജാനുശോചാമി ഭവന്തം ചാമരോത്തമം ദേവാൻ മൃദൂൻ ഋഷീൻ സാധൂൻ സർവാൻ വർണ്ണാം സദാശ്രമാൻ. എന്നെയും ദേവശ്രേഷ്ഠനായ ഭഗവാനെയും ദേവന്മാർ, പിതൃക്കൾ, ഋഷികൾ, സജ്ജനങ്ങൾ, എല്ലാ വർണ്ണാശ്രമികൾ ഇവരെ ഒക്കെയും ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. ബ്രഹ്മാദയോ ബഹുദിതം യഥവാംഗമോക്ഷാകാമാസ്തപസ്സമചരൻ ഭഗവത് പ്രപന്ന സാശ്രീസ്വഭാസമരവിന്ദവനം വിഹായ യൽപാദസൗഭഗമലം ഭജതേനുരക്ത. ബ്രഹ്മാവ് മുതലായ ദേവന്മാർ മഹാലക്ഷ്മിയുടെ കടക്കൺ നോട്ടം ലഭിക്കാൻ വേണ്ടി വളരെ കാലം തപസ് ചെയ്തിരുന്നു. ഭഗവാന്മാരാൽ ആശ്രയിക്കപ്പെട്ട ആ ലക്ഷ്മി ഭഗവതി തൻ്റെ വാസസ്ഥാനമായ താമരപ്പൊയ്കയെ ഉപേക്ഷിച്ചിട്ട് അത്യന്തം അനുരാഗത്തോടെ ശ്രീഹരിയുടെ പാദകമല സൗഭാഗ്യത്തെ അനുഭവിക്കാനായി ആ ഭഗവാനെ നിരന്തരം ആശ്രയിക്കുന്നു. തസ്യാഹമബ്ജകുലിശാങ്കുശകേതുഗേദേ ശ്രീമത്പതേർഭഗവതസ്സമലങ്കൃതാംഗേ ത്രീനത്യരോജ ഉപലഭ്യ തതോ വിഭൂതിം ലോകാൻ സമാം വിസൃജദുൽസമയതിം തദന്തേ. താമര, വജ്രായുധം, അങ്കുശം, ധ്വജം തുടങ്ങിയ അടയാളങ്ങളോട് കൂടിയ ഭഗവാന്റെ ശോഭയുള്ളതും ഭഗവാന്റെ പാദത്തിൻ്റെ അടയാളങ്ങളാണ് താമര, വജ്രായുധം, അങ്കുശം, ധ്വജം. അങ്ങനത്തുള്ള അടയാളങ്ങളോട് കൂടിയ ഭഗവാന്റെ ശോഭയുള്ളതും നന്നായി അലങ്കരിക്കപ്പെട്ടതുമായ അവയവങ്ങളോട് കൂടിയവളായിട്ടും ആ പാദപത്മങ്ങളുടെ സമ്പർക്കം നിമിത്തം എനിക്ക് കിട്ടിയ ഐശ്വര്യത്തോടു കൂടിയും ഞാൻ 3 ലോകത്തെയും അതിക്രമിച്ച് ശോഭിച്ചിരുന്നു. അതിൻ്റെ ഗർവോട് കൂടിയിരുന്ന എന്നെ ഇപ്പോൾ ആ ഭഗവാൻ ഉപേക്ഷിച്ചു പോയി. യോ വൈ മമാതിപരമാസുരവംശരാജ്ഞാമക്ഷൗഹിണീ ശതമപാനുദതാത്മതന്ത്ര ത്വം ദുസ്തമൂനപദമാത്മനി പൗരുഷേണ സമ്പാദയൻ യദുഷു രമ്യമഭിഭ്രദംഗം. അസുരവംശത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ അനേകം അക്ഷൗഹിണി സൈന്യങ്ങളുടെ ഭാരം കൊണ്ട് ഞാൻ അസ്വതന്ത്രയായപ്പോൾ അതിനെ സംഹരിച്ച് എന്നെ സുഖിപ്പിക്കാനും 3 കാലം ഒടിഞ്ഞ് അശക്തനായി തീർന്ന നിന്നെ സുഖപ്പെടുത്താനും ശക്തനാക്കാനുമായിട്ട് ആത്മാവിൽ പൗരുഷത്തോടു കൂടിയ ഭഗവാൻ യദുവംശത്തിൽ അതിരമണീയമായ ശരീരം ധരിച്ച് അവതരിച്ചു. കാവാതഹേതവിരഹം പുരുഷോത്തമസ്യ പ്രേമാവലോകരുചിരസ്മിതവൽഗുജൽപേ സ്ഥൈര്യം സമാനമഹരൻ മധുമാനിനീനാം രോമോത്സവോ മമയദംഘ്രി വിടങ്കിതായ. പ്രേമത്തോടെയുള്ള നോട്ടം, മനോഹരമായ മന്ദഹാസം, ആനന്ദപ്രദമായ ഭാഷണം ഇവ കൊണ്ട് മധുവംശത്തിൽ ജനിച്ച സ്ത്രീകളുടെ ഗർവോടുകൂടിയ സ്ഥൈര്യത്തെ അപഹരിച്ചവനാരാണോ, ആരുടെ പാദകമലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നപ്പോൾ സസ്യസമൃദ്ധമായ രോമാഞ്ച ചിഹ്നങ്ങളോടുകൂടിയ മഹോത്സവം എന്നിൽ വിളങ്ങിയിരുന്നുവോ, ആ പുരുഷോത്തമന്റെ വിരഹം സഹിക്കുന്നത് എങ്ങനെയാണ്? തയോരേവം കഥയതോ പൃഥിവി ധർമ്മയോസ്തദാ പരീക്ഷിന്നാമരാജശ്രീ പ്രാപ്തപ്രാചീം സരസ്വതിം. ഭൂമിദേവിയും ധർമ്മദേവനും ഇപ്രകാരം സംസാരിച്ചു നിൽക്കുമ്പോൾ പരീക്ഷിത്ത് എന്നു പേരായ രാജശ്രീ കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദിയുടെ തീരത്ത് എത്തി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ വൃദ്ധിധർമ്മസംവാദോ നാമ ഷോഡശോധ്യായഃ. 1-ാം സ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായം സമാപിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരം പദപൃഷ്ടം മാത്രാഹീനം ദുയത് ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപദാക്ഷരാണി ച നൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശാന്തി ശാന്തി ശാന്തി.